ശരി, ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ രാഷ്ട്രീയമായിട്ടാണല്ലോ സ്വർണ്ണക്കൊള്ള വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആരെയൊക്കെയാണ് SIT വിളിപ്പിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട വിഷയം. കടകംപള്ളിയെ നേരത്തെ വിളിപ്പിച്ചതാണ്. കടകം മറിഞ്ഞുകൊണ്ടുള്ള പ്രതികരണം നടത്തിയതിന്റെ വിവരം ഇന്ന് പുറത്തേക്ക് വരുമ്പോൾ അടൂർ പ്രകാശിനെ ഇന്നലെ വിളിപ്പിച്ചത് അത് സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് എന്നാണ് അദ്ദേഹം ഇന്ന് വിശദീകരിച്ചത്. ചോദ്യം ചെയ്യലല്ല, സ്റ്റേറ്റ്മെന്റ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അത് ഇന്നാണ് പറയുന്നത്, ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്നലെ ചോദ്യം ചെയ്താൽ വിളിപ്പിച്ചു എന്നുള്ള വാർത്തകൾ വരുന്ന ഇടയ്ക്ക് അദ്ദേഹം അങ്ങനെയല്ല പ്രതികരിച്ചു. ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി നൽകി എന്നുള്ളതാണ്. അപ്പോൾ അടൂർ പ്രകാശ് ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സാഹചര്യത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച രീതി കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ? ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നുള്ളൊരു വാർത്തയാണ്, ആ വാർത്ത നൽകും. വിളിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതും വാർത്തയാണ്, അത് നേരത്തെ കിട്ടിയവർ ആദ്യം നൽകും. അത് ആദ്യം നൽകുന്നവർ ഇനി ഇവിടെ മാധ്യമപ്രവർത്തനം നടത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല, അത് തുടരാൻ അനുവദിക്കില്ല എന്ന രൂപത്തിലുള്ള ഭീഷണി പ്രതികരണങ്ങൾ എത്രത്തോളം ശരിയാണ്? അതിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. സ്മൃതി, അതിലൊരു കാര്യമുള്ളത്, അദ്ദേഹം അതിൽ പ്രകോപിതനാവാനുള്ള കാരണം അദ്ദേഹം ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ വിളിച്ച് സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് ശേഷം ചോദ്യം ചെയ്യലെന്നോ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയുന്നു. അതിന് സ്റ്റേറ്റ്മെന്റ് എന്നോ അല്ലെങ്കിൽ ചോദ്യത്തിന് ഉത്തരം തേടുന്നോ വിവരങ്ങൾ ആരായുന്നോ ഏത് വാക്ക് ഉപയോഗിച്ചാലും അദ്ദേഹത്തെ SIT വിളിച്ചു, അദ്ദേഹം പോയി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിലുള്ളൊരു പ്രശ്നം, അദ്ദേഹം അതിനുശേഷം വന്ന് മാധ്യമങ്ങളെ കണ്ടു. പക്ഷെ അതിലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ അദ്ദേഹത്തെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നു എന്നുള്ള വാർത്ത ചില ചാനലുകളിലൂടെ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അദ്ദേഹം അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. ഒന്നിടപെട്ട് പറഞ്ഞോട്ടെ, ഞങ്ങൾ അത് കൊടുത്തിട്ടില്ല. കാരണം ഞങ്ങൾ റിപ്പോർട്ടർ TVയെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അധിക്ഷേപിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇവിടെ ഉണ്ടാകില്ല എന്ന രൂപത്തിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തുകയാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, കോൺഗ്രസിന്റെ പൊതു നിലപാടാണോ അതോ അടൂർ പ്രകാശിന്റെ പ്രകോപിതനായിട്ടുള്ള പ്രതികരണമാണോ എന്ന്. അങ്ങീ പറഞ്ഞതുപോലെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യലെന്ന് ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഒരുമിച്ചല്ല ചോദ്യം ചെയ്തെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്ത ചാനലാണ് റിപ്പോർട്ടർ TV. ഞാനാണ് ആ സമയത്ത് വായിച്ചുകൊണ്ടത്. എനിക്ക് അത് കൃത്യമായി ഉറപ്പിച്ച് പറയാൻ കഴിയും. ആ വാർത്ത നടക്കുന്ന ഘട്ടത്തിൽ മുഴുവൻ ഞാനാണ് വാർത്ത വായിച്ചുകൊണ്ടിരുന്നത്, ബ്രേക്കിംഗ് ന്യൂസിന്റെ സമയം. അപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നുള്ള വാർത്ത ആദ്യം കൊടുത്തത് ഞങ്ങളാണ്. അത് ആ വാർത്തയിൽ നിൽക്കുന്നു, എല്ലാ മാധ്യമങ്ങളും ആ വാർത്തയിൽ നിൽക്കുകയാണ്. പക്ഷേ വാർത്ത നൽകുന്ന മാധ്യമങ്ങളോട്, മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ വളരെ ശക്തമായി പ്രതികരിക്കുന്നവരാണല്ലോ, ഈ ശൈലി നിങ്ങൾ അംഗീകരിക്കുന്നു? അല്ല, അതിൽ അദ്ദേഹം പ്രകോപിതനാവാനായിട്ടുള്ള കാരണം അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാവുമല്ലോ. കാരണം അമ്പലക്കൊള്ളയുടെ പേരിൽ അകത്ത് കിടക്കുന്ന കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്ന് പുറത്തു വന്ന 90 ദിവസത്തിന് ശേഷം പുറത്തു വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്തു എന്നുള്ള വാർത്ത വന്നതുകൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. അതിനപ്പുറത്ത് UDF അധികാരത്തിൽ വന്നാൽ ഏതെങ്കിലും ചാനൽ പൂട്ടിക്കാനോ അത്തരത്തിലുള്ള ഒരു ശ്രമമൊന്നും ഇല്ല. കാരണം അങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയുമല്ലല്ലോ. അപ്പൊ അതൊന്നുമല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അപ്പോഴത്തുള്ള വനവിഷമം കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവ് അമ്പലക്കൊള്ളയുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഇരുത്തി ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനുണ്ടാകുന്ന മാനസിക വിഷമം സ്വാഭാവികമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിന് അത്തരം ചില തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ അത്തരം വൈകാരികമായിട്ടുള്ള പ്രതികരണമായിട്ട് അത് കണ്ടാൽ മതി. അതിനപ്പുറത്ത് ഏതെങ്കിലും ചാനൽ പൊട്ടിക്കാനോ അല്ലെങ്കിൽ ചാനലിന്റെ ഓഫീസ് അടിച്ചു പൊളിക്കാനോ അത്തരത്തിലുള്ള ഒരു ശ്രമങ്ങളൊന്നും നമ്മൾ നടത്തിയിട്ടില്ല. അങ്ങനെ അതൊക്കെ അങ്ങനെ കാണേണ്ട കാര്യമില്ല. ഇവിടുത്തെ പ്രശ്നം അതൊന്നുമല്ലല്ലോ. നമ്മുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളൊക്കെ അടിച്ചുമാറ്റി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പിന്നെ അത് വേറെ രീതിയിലായിട്ട് അത് മൈൽഡായി ചിത്രങ്ങളായിട്ട് പിന്നെ അതിന്റെ പുറകെയാണ് ഇവിടുത്തെ രാഷ്ട്രീയം. നമ്മൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയം പറയണം ഇക്കാര്യത്തിൽ. ഇവിടുത്തെ രാഷ്ട്രീയം, ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിക്കപ്പെട്ടു, അത് കടത്തിയ ആളുകളെ 5-6 വർഷക്കാലം അവരെ സംരക്ഷിക്കപ്പെട്ട നിലയിലുണ്ടായിരുന്നു. ആ സംരക്ഷിച്ചത് കേരളത്തിലെ LDF സർക്കാരാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. ശബരിമലയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകളുടെ മുഴുവൻ തോന്നിവാസങ്ങളും കണ്ടില്ലെന്ന് നടിച്ച് അതിനുശേഷം വീണ്ടും അവരെ തന്നെ ഇത്തരം പരിപാടികൾ ഏൽപ്പിക്കുന്ന നിലപാടുണ്ടായി. ഹൈക്കോടതി കയ്യോടെ പിടിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു വിഷയം. അതിൽ നമ്മൾ രാഷ്ട്രീയം പറയും. അതിനപ്പുറത്ത് ഇത്തരം വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളുടെ പുറകെ പോകുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറുമെന്നാണ് നമ്മുടെ ഒരു ടേക്ക്. പക്ഷേ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ട് നോക്കൂ, സ്വർണ്ണക്കൊള്ളയുമായി ഈ നേതാക്കൾക്ക് ബന്ധമുണ്ട് എന്ന് SIT കരുതുന്നതായി നമ്മൾക്കാർക്കും അങ്ങനെ സൂചനകളില്ല. ഈ പറയുന്ന കടകംപള്ളിക്കുമില്ല, ഈ പറയുന്ന അടൂർ പ്രകാശനുമില്ല. നമ്മുടെ കയ്യിൽ ഇപ്പോൾ തെളിവില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു തെളിവില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്തൊക്കെയോ ഇടപാടുകളുണ്ട്, എന്തൊക്കെയോ സാമ്പത്തിക ഇടപാടുകളുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അങ്ങനെ പല രൂപത്തിലുള്ള ബിസിനസ്സുകളുണ്ട് എന്നുള്ള കേൾക്കുന്നു. അങ്ങനെ ഒരു അവിശുദ്ധമായ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയുമായി ഈ നേതാക്കൾക്ക് എന്താണെന്ന് കാര്യം എന്നുള്ളതാണ് SIT പരിശോധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന കടകംപള്ളിയും
ഉണ്ണികൃഷ്ണൻ പോറ്റിയും പലയിടത്തായി കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന കടകംപള്ളി വീട്ടിൽ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ പലതവണ കണ്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതേപോലെയാണ് അടൂർ പ്രകാശിന്റെ കാര്യത്തിലും. അടൂർ പ്രകാശും കണ്ട കാര്യത്തിൽ ആദ്യം പറഞ്ഞ എന്താണ്, എൻ്റെ മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്നുള്ള ഒരു പരിചയം മാത്രമെന്നാണ്. അങ്ങനെ ഒരു വെറും പരിചയമല്ല എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ, ഫോട്ടോകൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെ പുറത്തു വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ട്. അങ്ങനെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂർ പോയപ്പോഴാണ് ഈ പറയുന്ന മറ്റ് ഈ സ്വർണ്ണക്കൊളയുമായി ബന്ധപ്പെട്ടുള്ള ഗോവർദ്ധൻ അടക്കമുള്ളവരെ പരിചയപ്പെടുത്തിയപ്പോൾ അവരെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു എന്നാണ് പറയുന്നത്. ഈ രൂപത്തിൽ മാറ്റി മാറ്റി പറയുമ്പോൾ ഇതെല്ലാം ജനം കാണുകയല്ലേ. ആത്യന്തികമായി ജനങ്ങളോടാണല്ലോ ഉത്തരവാദിത്തം. അതിൽ ഒരു വ്യക്തത കുറവില്ലേ പ്രതികരണങ്ങളിൽ? അല്ല, സ്മൃതി പറഞ്ഞ കാര്യത്തിൽ ഇത് ജനങ്ങളോട് തന്നെയാണ് നമ്മൾ ഉത്തരവാദിത്തം പറയേണ്ടത്. ജനങ്ങളോടും ശബരിമല ശാസ്താവിന്റെ വിശ്വാസികളോടും ഒക്കെ നമ്മൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർ എന്നുള്ള രീതിയിൽ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അതിലൊന്നും ഒരു തർക്കമില്ല. ഇവിടെയുള്ള പ്രശ്നം ഇത്രയും വർഷം പഴക്കമുള്ള കേസുകളാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓർമ്മക്കുറവും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെ മനുഷ്യ സഹജമാണെന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് വല്ലാത്ത രീതിയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുകയും കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത് അറിയാതെ അത് മൂടി വയ്ക്കുകയും ചെയ്യുന്നത് അതിലൊരു പക്ഷപാതിത്വം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം അടൂർ പ്രകാശിന് ഏതെങ്കിലും തരത്തിൽ ഈ സർക്കാരിന്റെ കാലത്ത് ശബരിമലയിലോ മറ്റേതെങ്കിലും കാര്യത്തിൽ ഭരണപരമായി ഇടപെടൽ നടത്താൻ സാധിക്കില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടുള്ള ഒപ്പമുള്ള ചിത്രം വന്നതിന്റെ പേരിൽ, ആരുടെ ഒപ്പമുള്ള ചിത്രം വന്നതിന്റെ പേരിൽ അയാൾ ഒരു കുറ്റക്കാരനാണെന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിവരങ്ങൾ വരുന്നത് വരെ, ആ ചിത്രങ്ങൾ വരുന്നതിന്റെ പേരിൽ ഒരു തെറ്റും നമുക്ക് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്ന് കേരളത്തിലെ ടൂറിസം പ്രൊമോഷന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും പിന്നീട് അവർ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ കേരളത്തിലെ ടൂറിസം മന്ത്രിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നു. അന്ന് UDF എടുത്ത നിലപാടെന്താ, പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടെന്താ? അതിൽ മുഹമ്മദ് റിയാസിനെ കൂട്ടിക്കെട്ടാൻ പാടില്ല. ഒരാൾ കുറ്റവാളിയാണെന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ അറിയുന്നത് വരെ അയാൾ പലരോടൊപ്പം നിന്ന് ചിത്രമെടുക്കും. ആ ചിത്രങ്ങൾ എടുത്തതിന്റെ പേരിൽ, ഇന്നത്തെ കാലത്ത് ചിത്രങ്ങൾ എടുക്കുന്നതിന്റെ പേരിൽ ഒരാളെ ആക്ഷേപിക്കാൻ പാടില്ല എന്നതാണ് UDFന്റെ ടേക്ക്. പക്ഷേ ഈ LDF സർക്കാരിന് അറിയാമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനാണ് എന്ന്. അത് 2019 ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് മൂടി വെച്ചുകൊണ്ട് അതിനുശേഷവും അത്തരം ക്രയവിക്രയങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് സൗകര്യം ചെയ്തു കൊടുത്തത് ഈ സർക്കാരിന്റെ കാലത്താണ്. അതുകൊണ്ടാണ് കടകംപള്ളിയെ വിളിക്കുന്നതും അടൂർ പ്രകാശിനെ വിളിക്കുന്നതും രണ്ട് രീതിയിൽ കാണണമെന്ന് പറയുന്നത്. കടകംപള്ളി ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയായിരുന്നു. ഇടപെടൽ നടത്താൻ, ഭരണപരമായി ഇടപെടൽ നടത്താൻ സൗകര്യവും എല്ലാ സാന്നിധ്യവും ഉണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ നോക്കുമ്പോൾ അടൂർ പ്രകാശിന് ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്താൻ പറ്റുന്ന ഒരാളല്ല. ഒരാൾ ഭരണപക്ഷത്ത് നിൽക്കുന്ന ഒരാൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന അധികാരവും ഭരണവും ഇല്ലാത്ത ഒരാൾ. ഇനി അത് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണപ്പാളികൾ കട്ടുകടത്തിയെന്ന്, ദ്വാരപാലക ശില്പങ്ങൾ കടത്തിയെന്ന് അറിയാവുന്നത് ദേവസ്വം വകുപ്പിന്, ദേവസ്വം ബോർഡിന്, ദേവസ്വം വിജിലൻസിനൊക്കെയാണ് അല്ലേ? അത് നമ്മുടെ മുമ്പിൽ വരാതെ 5-6 വർഷക്കാലം മൂടി വെച്ചവരാരാ? LDF സർക്കാരാണ്. ഇത് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊക്കെ എത്രയോ എളുപ്പത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താമായിരുന്നു. തൊണ്ടി മുതൽ എളുപ്പത്തിൽ കണ്ടെത്താമായിരുന്നു. അപ്പൊ അങ്ങനെ മൂടി വെച്ചു, സംരക്ഷിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ടേക്ക്. അതിനപ്പുറത്ത് അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിത്രത്തിൽ ചോദ്യം ചെയ്തോ, ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല. അതേപോലെ തന്നെ രാജു എബ്രഹാമിന്റെയും കടകംപള്ളിയുടെയും ഓരോരുത്തരെയും കാര്യങ്ങൾ ചോദ്യം ചെയ്യാം. പക്ഷെ ഈ ചോദ്യം ചെയ്യുന്നത് നമ്മൾ അതിനെ ഒരു നിസാര രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാതെ അതിനപ്പുറത്ത് ഇതൊരു വലിയ മാനങ്ങളുള്ള വിഷയമാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഹൈക്കോടതിയെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. SITയിലെ ഉദ്യോഗസ്ഥരുടെ ക്രെഡിബിലിറ്റിയും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ SITയുടെ ഉദ്യോഗസ്ഥർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രഷറുകൾക്ക് വഴങ്ങി എന്നുള്ളത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ടേക്കാണ്. അത് പല ഘട്ടത്തിൽ ദേവസ്വം ബോർഡിന്റെ, ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിന്റെയും സിംഗിൾ ബെഞ്ചിന്റെയും നിരീക്ഷണങ്ങൾ തന്നെ നമ്മുടെ മുൻപിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയും ദേവസ്വം SITയും വിശ്വാസമുണ്ട് എന്ന് പറയുന്ന LDF അവർ വിശ്വാസത്തിലെടുക്കുന്ന ഹൈക്കോടതി റിമാൻഡ് ചെയ്ത പത്മകുമാറിനെ പാർട്ടിയിൽ തുടരാൻ അനുവദിക്കുന്നു, വാസുവിനെ സംരക്ഷിക്കുന്നു, ശങ്കർദാസിനെ സംരക്ഷിക്കുന്നു. എന്നിട്ട് പറയാൻ ഞങ്ങൾക്ക് SITയെയും വിശ്വാസമുണ്ടെന്ന്. അതിലാണ് ഒരു രാഷ്ട്രീയ ഇരട്ടത്താപ്പ്. അതിനപ്പുറത്ത് ഞങ്ങൾ ഈ കാര്യം തന്നെയല്ലേ ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾ ഏത് വിഷയം ചോദിച്ചാലും ഞങ്ങൾ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണല്ലോ. ഞങ്ങൾ വന്ന് സംസാരിക്കുന്നു. ഞങ്ങൾ ഈ കാര്യത്തിൽ ഒരു മറുപടിയും പറയാൻ മടിക്കുന്നില്ല. ഞങ്ങളെയും അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാം, ഞങ്ങളോടും ചോദ്യം ചോദിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുന്നത് സഖാക്കന്മാരാണ്. അതുകൊണ്ടാണ് ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണപ്പാളികൾ കടത്തിയത് സഖാക്കന്മാരാണെന്ന് ഞങ്ങൾ പാട്ട് പാടുന്നത്. അതിനപ്പുറത്ത് പുതിയ വിവരങ്ങളുണ്ടോ, രേഖകളുണ്ടോ പുറത്തുവിടട്ടെ. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ മുമ്പിൽ, ദേവസ്വം വകുപ്പിന്റെ മുമ്പിലൊക്കെ ഈ വിവരങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അവരത് സംരക്ഷിച്ചത് അടൂർ പ്രകാശിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? ഞാൻ വിചാരിക്കുന്നില്ല പിണറായി വിജയൻ സർക്കാരിന് അടൂർ പ്രകാശിനോട് പ്രത്യേക എന്തെങ്കിലും താല്പര്യത്തിൽ അദ്ദേഹത്തെ സംരക്ഷിച്ചുവെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയർത്തുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ അത് തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള ദുഷ്ടലാക്കാണ്. സഖാക്കന്മാരെ അതിന്റെ ആ ആരോപണത്തിന്റെ ഓരം പറ്റിച്ച് മറച്ചു കടത്തി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.